അല്ല, പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഇതാണെന്ന് പറയരുത്. കേരളത്തിലെ വി.ഡി. സതീശൻ നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പരിപാടി ഇതാണെന്ന് പറയാം. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാവിലെ 11 മണിക്ക് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തും. സുരേന്ദ്രൻ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തങ്ങൾ 3 മണിക്ക് രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത് പറയുമായിരുന്നു. ഇപ്പൊ അത് ആദ്യം ചെയ്യുന്നത് ഷോൺ ജോർജ് ആണ്. അതിനുശേഷം അത് വി.ഡി. സതീശൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഓറൽ സെക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടുവെന്ന് ചാനലിൽ വന്ന് പറയുകയും അതിനുശേഷം അരുൺകുമാർ തന്നെ ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ കള്ളം പറഞ്ഞതാണ് എന്ന് ഒരു മടിയില്ലാതെ പറയുകയും ചെയ്ത പി.സി. ജോർജിന്റെ മകനാണ് എല്ലാ അർത്ഥത്തിലും ഷോൺ ജോർജ്. അഡ്വക്കേറ്റ് അനിൽ ബോസ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയർ അല്ലേ നിങ്ങൾ? വീണ വിജയൻ തുടങ്ങിയ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. 2014 സെപ്റ്റംബർ 19. ഈ വിവരം അറിയാൻ നിങ്ങൾ CPM-കാരനാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാം. MCയുടെ സൈറ്റിൽ കിട്ടും. ഷോൺ ജോർജ് പറയുന്ന കമ്പനി UK തുടങ്ങിയ വേറെ കമ്പനിയാണ്. ആ കമ്പനിക്ക് ADCB ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടെന്ന് പറയുമ്പം അത് ഏറ്റെടുത്ത് പറയുന്ന വി.ഡി. സതീശൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയേറെ വായിക്കുന്ന, ഇത്രയേറെ ഗൃഹപാഠം ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ലേ? ഒരു 5 മിനിറ്റ് സമയം മതിയല്ലോ. എന്റെയും നിങ്ങളുടെയും ടാക്സ് എടുത്തിട്ട് വി.ഡി. സതീശന്റെ ഓഫീസിൽ 30-ലധികം ആളുകൾ ജോലി ചെയ്യുന്നില്ലേ? ഒന്ന് നോക്കിച്ചുകൂടെ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്? ഒന്നും മിണ്ടാതിരുന്നുകൂടെ? ഇതിനേക്കാൾ പ്രധാനമായിട്ട് വീണ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു രാഷ്ട്രീയ വിരോധം വെച്ച് ഒരു സ്ത്രീയെ, ഒരു ഓണ്ടർപ്രീനറെ എന്ത് അടിസ്ഥാനരഹിതമായ കാര്യവും പറയാമെന്നുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഈ ചർച്ചയുടെ തംബ്നെയിൽ പോലും അവരുടെ ചിത്രവും എക്സാലോജിക്കിന്റെ പേരും കേരയിലെ ചിത്രവുമാണ്. നമ്മൾ ചെയ്യുന്നത് എന്തുമാത്രം മനുഷ്യത്വരഹിതമായ കാര്യമാണെന്നറിയോ? എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വീണ വിജയനായാലും പിണറായി വിജയനായിരുന്നാലും പ്രേംകുമാർ ആയിരുന്നാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് തന്നെയാണ് നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സമയത്തും പറഞ്ഞ അത് തന്നെയായിരുന്നു. ഖുറാനിലൂടെ സ്വർണം കടത്തിയിട്ടുണ്ട് എങ്കിൽ KT ജലീൽ അതിന് ഉത്തരവാദിയാണെങ്കിൽ KT ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കൊറാബറേറ്റീവ് എവിഡൻസ് വേണ്ടേ? എവിടെ നിന്ന് സ്വർണം വന്നു എന്നറിയില്ല, എവിടേക്ക് പോയി എന്നറിയില്ല. ആകെ അറിയുന്ന ഒരു സ്വപ്ന സുരേഷും പിന്നെ ഈ ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആളും അവിടെ മുട്ടി നിൽക്കുകയായിരുന്നു. നമുക്ക് ഇപ്പോഴും അറിയണമെന്നുണ്ടെന്നേ ആരാണിത് കൊടുത്തുവിട്ടത്, എവിടേക്കാണ് പോയത് എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു തവണ കത്തിയ ഒരു വിഷയമായിരുന്നു SRIT എന്ന് പറഞ്ഞ കമ്പനി. സ്പീഡ് ക്യാമറ, AI ക്യാമറ, ഭയങ്കര കുംഭകോണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫേസ്ബുക്കിലും 1-2 ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യനും ഈ കമ്പനിയുടെ ഓണറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. ഈ കമ്പനിയുടെ ഓണർ മധു നമ്പ്യാരുടെ അമ്മ മരിച്ച സമയത്ത് ഞാൻ പോയിരുന്നു ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കേരളത്തിലെ വളരെ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഇമാതിരി വൃത്തികേടുകൾ വിളിച്ചു പറയാൻ നിൽക്കാത്ത ഞാനും അരുൺകുമാറും ഒക്കെ ആദരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം ആ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറയുന്ന കോൺഗ്രസ്സുകാരുടെ സംസ്കാരമല്ല എന്റേത് എന്നുള്ളതുകൊണ്ട് അനിൽ ബോസിന് ഞാൻ പേഴ്സണലായി പറഞ്ഞു തരാം. പക്ഷെ എന്നിട്ട് ഞാൻ നമ്പ്യാരോട് ചോദിച്ചു, മധു നമ്പ്യാരോട്, അല്ല ഞങ്ങളെല്ലാവരും നിങ്ങളും പിണറായി വിജയനും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വിവരം ഒന്ന് പറയാമായിരുന്നില്ലേ? ആ മനുഷ്യൻ ചോദിക്കുക, അയ്യോ അതും ഈ കോൺട്രാക്ട് തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ലെന്നേ. അദ്ദേഹത്തിന്റെ വളരെ അടുത്തൊരു ബന്ധു കേരളത്തിലെ വളരെ സീനിയറായ കോൺഗ്രസ് നേതാവാണ്. ആണെന്നിരിക്കെയാണ് പിണറായി വിജയന്റെ ബന്ധുവാണ് SRITയുടെ മധു നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ ഇവര് ബഹളം ഉണ്ടാക്കിയത്, യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും തല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരാൾക്കെതിരെ എന്തും പറയാം, എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു അമിതാധികാരമുണ്ടല്ലോ. ഇതിനെ നേരിടുന്നതിൽ കേരളത്തിലെ പോലീസ് ശരിയല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. നടക്കുന്ന ഒരു കേസാണിത്. അപ്പൊ SFI അന്വേഷണം ക്ലോസ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ബിജു നായർ പറയുന്നത്. ഈ പറയുന്ന എല്ലാ കേസുകളിലും അന്തിമ FIR ഇട്ടിട്ടില്ല. ഈ കേസിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പ്രതിയെ കൂടി കുറ്റപത്രം നൽകി എടുക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും കേസ് ക്ലോസ് ചെയ്യാത്ത സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാറായിട്ടില്ല എന്നതാണ് ബിജു നായരുടെയും ഒക്കെ നിലപാട്. ആരോപണങ്ങൾ അവസാനിപ്പിക്കേണ്ട, പക്ഷെ പിന്നെയും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാവണം. ജർമ്മനിയിലോ അമേരിക്കയിലോ ഇറ്റലിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ വീണ എന്നുള്ള പേരുള്ള ഒരാളോ എക്സാലോജിക് എന്ന പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ വകയിലാണെന്ന് പത്രസമ്മേളനം നടത്തുകയും അത് അപ്പം തന്നെ നിങ്ങൾ അനിൽ ബോസിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ എഡിറ്റോറിയൽ ബോർഡല്ല, നിങ്ങൾക്ക് റിസർച്ച് ഡെസ്കില്ലേ, നിങ്ങൾക്ക് വെരിഫൈ ചെയ്തുകൂടെ?
ഞാൻ എന്റെ ഫേസ്ബുക്കിൽ അത് വെരിഫൈ ചെയ്തതുകൊണ്ടാണ് ഈ ചർച്ചയിൽ അനിൽ ബോസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. ആ ചോദ്യങ്ങൾ അനിൽ ബോസിനോട് ചോദിക്കേണ്ടി വരുന്നത് റിസർച്ച് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഷോൺ ജോർജിനെ ഓൺ ചെയ്യാൻ കഴിയാതെ പോകുന്നത്. ഇന്ന് ഷോൺ ജോർജിനെ തള്ളിപ്പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ടാണ്. പ്രേംകുമാർ, ഞാനൊന്ന് അനിൽ ബോസ് Debate with Arun Kumar.